ഇറാനെതിരെ ഭീഷണി ആവർത്തിക്കുകയാണ് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. രാജ്യത്തെ പ്രതിഷേധക്കാരെ അടിച്ചമർത്തുന്നതിനെതിരെ ശക്തമായ സൈനിക ഓപ്ഷനുകൾ പരിഗണിക്കുന്നതായി ട്രംപ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനിൽ ഡിസംബർ 28-ന് ആരംഭിച്ച വൻതോതിലുള്ള പ്രതിഷേധങ്ങൾ ഇപ്പോൾ മൂന്നാം ആഴ്ചയിലേക്ക് കടന്നിരിക്കുന്നു. ജനകീയ പ്രക്ഷോഭത്തിനിടെ ഉണ്ടായ ആക്രമണ സംഭവങ്ങളിൽ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ കുറഞ്ഞത് 538 പേർ കൊല്ലപ്പെട്ടതായാണ് കണക്ക്. ടെഹ്റാനിലും മറ്റു നഗരങ്ങളിലും ആശുപത്രികൾ പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. പ്രക്ഷോഭം കനക്കുന്നതിനിടെ ഇറാനിൽ US ഇടപെടാനുള്ള സാധ്യതകളെക്കുറിച്ച് ഇസ്രായേലും അതീവ ജാഗ്രതയിലാണെന്നാണ് റിപ്പോർട്ട്. പ്രതിഷേധക്കാരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ച് സാഹചര്യം നിയന്ത്രണ വിധേയമാക്കാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും തുടരുന്ന US ഭീഷണികൾ കാര്യങ്ങൾ കൂടുതൽ വഷളാക്കുകയാണ്. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ഇറാനിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭത്തിൽ മരണം 500 കടന്നതോടെയാണ് ശക്തമായ ഭീഷണി മുഴക്കി ട്രംപ് വീണ്ടും രംഗത്തെത്തുന്നത്. ഇറാനിലെ സ്ഥിതിഗതികൾ അമേരിക്ക ഗൗരവമായി നിരീക്ഷിച്ചു വരികയാണ്. സൈനിക നടപടികൾ, കൂടുതൽ ഉപരോധങ്ങൾ, പ്രതിഷേധക്കാർക്ക് ഓൺലൈൻ സഹായം തുടങ്ങി പല ഓപ്ഷനുകളും പരിഗണനയിലുണ്ട്. സ്റ്റാർലിങ്ക് വഴി ഇറാനിൽ ഇന്റർനെറ്റ് പുനഃസ്ഥാപിക്കുന്നതിന് ഇലോൺ മസ്കിന്റെ സഹായം തേടുമെന്നും ട്രംപ് അറിയിച്ചിട്ടുണ്ട്. സൈനിക നടപടിക്ക് മുതിരുകയാണെങ്കിൽ US-നെ തിരിച്ചടിക്കുമെന്ന മുന്നറിയിപ്പ് ഇറാനും നൽകിക്കഴിഞ്ഞു. ഇറാന്റെ പരമാധികാരത്തിന്മേൽ ഏതെങ്കിലും തരത്തിലുള്ള കടന്നുകയറ്റമുണ്ടായാൽ ഇസ്രായേലിലെ സൈനിക ഷിപ്പിംഗ് കേന്ദ്രങ്ങളും അമേരിക്കൻ താവളങ്ങളും തകർക്കപ്പെടുമെന്ന് ഇറാൻ പാർലമെന്റ് സ്പീക്കർ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ആക്രമണം തുടങ്ങിയ ശേഷം മാത്രം മുന്നറിയിപ്പ് നൽകുന്ന രീതിയിലായിരിക്കില്ല ഇറാന്റെ നടപടിയെന്നും അദ്ദേഹം പറയുന്നു. പ്രതിഷേധക്കാരെ വിദേശ ഏജന്റുകൾ എന്ന് വിളിച്ച് സുപ്രീം ലീഡർ അയത്തുള്ള അലി ഖാംനെയി അടിച്ചമർത്തൽ തുടരുമെന്ന സൂചനയും നൽകിയിട്ടുണ്ട്. യുദ്ധമേഖല പോലെയായി ഇറാൻ മാറിയിരിക്കുന്നുവെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. തെരുവുകളിൽ രക്തം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. മൃതദേഹങ്ങൾ ട്രക്കുകളിൽ കയറ്റിക്കൊണ്ടുപോവുകയാണെന്ന് BBC റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രാജ്യവ്യാപകമായി 495 പ്രതിഷേധക്കാരും 48 സുരക്ഷാ ജീവനക്കാരും കൊല്ലപ്പെട്ടതായി ന്യൂസ് ഏജൻസികളും റിപ്പോർട്ട് ചെയ്യുന്നു. ഇന്റർനെറ്റ് ബ്ലാക്കൗട്ടും ഫോൺ ലൈനുകൾ വിച്ഛേദിച്ചതും കാരണം കൃത്യമായ കണക്കുകൾ ഇപ്പോഴും പുറത്തു വന്നിട്ടില്ല. മരണസംഖ്യ ഇനിയും കൂടുമെന്നാണ് ആശങ്ക. പ്രക്ഷോഭകരുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ അറിയിച്ചിട്ടുണ്ട്. സമൂഹത്തെ ഒന്നടങ്കം നശിപ്പിക്കാൻ ശ്രമിക്കുന്ന കലാപകാരികളിൽ നിന്ന് ജനങ്ങൾ അകന്നു നിൽക്കണമെന്ന് പെസഷ്കിയാൻ ആവശ്യപ്പെട്ടു. കലാപങ്ങളുണ്ടാക്കി US-ഉം ഇസ്രായേലും ഇറാനിലെ സ്ഥിതി താറുമാറാക്കുകയാണ്. വിദേശത്തു നിന്ന് ഇറാനിലേക്ക് ഭീകരരെ കടത്തിവിട്ടിരിക്കുന്നുവെന്നും അദ്ദേഹം ആരോപിക്കുന്നുണ്ട്. ജനങ്ങളുടെ ആശങ്കകൾ കേൾക്കാനും പരിഹരിക്കാനും ഭരണകൂടം തയ്യാറാണെന്നും പെസഷ്കിയാൻ കൂട്ടിച്ചേർത്തു. ഇറാൻ നേതാക്കൾ വിളിച്ച് ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് അറിയിച്ചതായി ട്രംപ് പറയുന്നുണ്ട്. എന്നാൽ ഇറാൻ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. ചൊവ്വാഴ്ച ട്രംപ് മുതിർന്ന ഉപദേശകരുമായി കൂടിക്കാഴ്ച നടത്തി ഇറാനായുള്ള ഓപ്ഷനുകൾ ചർച്ച ചെയ്യുമെന്നും റിപ്പോർട്ടുകളുണ്ട്. ശനിയാഴ്ച US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി ടെലിഫോണിൽ ബന്ധപ്പെട്ട ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇറാനിൽ US ഇടപെടാനുള്ള സാധ്യത ചർച്ച ചെയ്തതായി വിവരം പുറത്തു വന്നിരുന്നു. എന്നാൽ നിലവിലെ പ്രതിഷേധങ്ങൾക്കിടയിൽ ഇറാനിൽ ഇടപെടാൻ ഇസ്രായേലിന് താൽപ്പര്യമില്ലെന്നാണ് റിപ്പോർട്ടുകൾ.